ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഹെന്ന വീട്ടിൽ തന്നെ തയ്യാറാക്കുക, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ മുടി കൊഴിച്ചിൽ, താരന്, മുടി കുറപ്പില്ലായി പൊട്ടിപ്പോവുക. ഇതിനൊക്കെ നല്ലൊരു റെമഡിയാണ് ഹെന്ന. എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല നാടൻ മൈലാഞ്ചിയാണ് കേട്ടോ. പുറത്തുനിന്ന് ഒരു പാക്ക് പോലും വാങ്ങാതാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഫസ്റ്റായിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, നന്നായി ഇതുപോലെ അരച്ചെടുക്കുക. ഞാൻ മിക്സിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഒരു 2-3 ടീസ്പൂൺ മാത്രം ചായപ്പൊടി എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ചിട്ട് ചായപ്പൊടിയൊക്കെ നല്ല മെൽറ്റായി വരണേ. ചായ നന്നായി തിളച്ചതിന് ശേഷം നമ്മളത് മൈലാഞ്ചിയിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാണ്. നമ്മൾ ആവശ്യത്തിന് എത്രയാണോ ചായ എടുക്കുക ആവശ്യത്തിന് മാത്രം മതി. കാരണം നല്ല ലൂസായി പോകാൻ പറ്റില്ല. കാരണം ഹെന്ന തലയിലിടുന്ന ടൈമിൽ അത് ഒലിച്ച് പോകും. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് മിക്സ് ചെയ്യാം. ചായ എന്ന് പറഞ്ഞത് തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും, മുടി നല്ല ഡാർക്കിനാവും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ചായ മിക്സ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ചായ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി കുറവുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എഗ്ഗാണ് കേട്ടോ അടുത്തായിട്ട് ചേർക്കുന്നത്. എഗ്ഗ് മുടിക്ക് നല്ലതാണ്. എഗ്ഗ് വൈറ്റ് മാത്രമാണ് മിക്സ് ചെയ്യുന്നത്. എഗ്ഗ് വൈറ്റ് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ തൈര് അറിയാലോ, ഏറ്റവും നല്ലതാണ് മുടിക്ക്. കണ്ടീഷണറും കൂടിയാണ് തൈര് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള അയൺ നമ്മൾ ഭക്ഷണത്തിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഞാനിതിലൊരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുടിക്ക് നേരിട്ട് അയൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എഗ്ഗ് വൈറ്റ്, തൈര്, അയൺ, ചായ, ഇത് എല്ലാ കാര്യങ്ങളും മുടിക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. മുടിക്ക് തണുപ്പ് കിട്ടാൻ, മുടി കൊഴിച്ചിൽ നിൽക്കാൻ എല്ലാം നല്ല യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഞാനൊരു ഈവനിങ്ങിൽ വെച്ചിട്ട്, ഒരു ദിവസം ഈവനിങ്ങിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് രാവിലെയാണ് ഫ്രിഡ്ജിൽ എടുത്തത്. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. എഗ്ഗ് വൈറ്റൊക്കെ ചേർക്കുന്നത് സ്മെല്ലടിച്ചിട്ട്, അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല മിക്സായി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പെടുത്തിട്ട് മാറ്റി. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇത് ലെയറുകളായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ മുടി നല്ല ചീകിയിട്ട് സെൻറ്ററിൽ നിന്ന് എടുത്തിട്ടാണ് തുടങ്ങുന്നത്. ഓരോ ലെയർ എടുത്തിട്ടും ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇതേപോലെ ഇങ്ങനെ സൈഡിൽ നിന്ന് ചെയ്തു വരിക. ചെയ്യുന്നത് ചുറ്റി വെക്കുക. അതേപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഓരോന്നും ലെയറുകളായിട്ട് ഇതേപോലെ തേച്ച് ലെയറായി ചുറ്റിയെടുക്കുക. ചെയ്ത് കഴിയാനാകുമ്പോൾ കാണാം ശരിക്ക് റൗണ്ടായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അങ്ങനെ ചെയ്താൽ മാത്രമേ എല്ലാ ഭാഗത്തും നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് തന്നെ എടുക്കുക. പിന്നെ നല്ല ലൂസായി പോകാൻ പാടില്ല. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇത് കൊഴിഞ്ഞ് ശരീരത്തിലും മുഖത്തൊക്കെ ഒലിച്ച് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കട്ടിയിൽ തയ്യാറാക്കിയതും. ചെയ്യുമ്പോൾ അധികം വാരി പൊത്താതെ രീതിയിൽ തന്നെ ചെയ്യാം. മുടി കൊഴിച്ചിൽ പ്രതിരോധിക്കാനുള്ള മികച്ചൊരു മാർഗ്ഗമാണ് ഹെന്ന. ഹെന്ന ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ: മുടിക്ക് കട്ടി തോന്നാനും താരനകറ്റാനും തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനും ഹെന്ന ഉപയോഗിക്കാമല്ലോ. പിന്നെ നേരെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഹെന്ന ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ബീട്രൂട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ നീരും കൂടി മിക്സ് ചെയ്യുക. ബീട്രൂട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കളറും കൂടി നമ്മളെ മുടിയിൽ നമുക്ക് കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഫിനിഷ് ആയിട്ടുള്ള ഫോട്ടോസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. ഇനി ഇത് മുടിയിൽ പുരട്ടി നിശ്ചിത സമയം കഴിഞ്ഞിട്ട് കഴുകി കളയണം. 2 മണിക്കൂറെങ്കിലും നമുക്ക് മുടിയിൽ വെച്ചാൽ മതിയാവും. കൂടുതൽ ടൈം എടുത്താലും ഇത് മുടിക്ക് ദോഷമാണ്. മുടി കട്ടി കുറയുകയും ചെയ്യും, പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസുമായി വീണ്ടും വരും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റുകളൊക്കെ എല്ലാവരും എന്നെ അറിയിക്കുക. ബൈ.